നമ്മുടെ നായകൻ പുതിയ ഒരു പോലീസ് സ്റ്റേഷനിലെ SI ആയി ജോയിൻ ചെയ്യാൻ വരുന്നു. അവിടുത്തെ ഹെഡ് കോൺസ്റ്റബിൾ കൃഷ്ണനാണ് എല്ലാവരെയും പരിചയപ്പെടുത്തുന്നത്. അരവിന്ദ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അമ്മയ്ക്ക് സുഖമില്ലാത്തതിനാൽ 2 ദിവസം ലീവാണെന്ന് പറയുന്നു. നായകൻ സ്റ്റേഷൻ പരിധിയിലുള്ള സ്ഥലങ്ങൾ ചുറ്റിക്കാണുന്നു. മടങ്ങി വരുമ്പോൾ അരവിന്ദിന്റെ വീട്ടിൽ ചെന്ന് അമ്മയെ കണ്ടുവരുന്നു. പിറ്റേ ദിവസം കാട്ടിൽ മരങ്ങൾ വെട്ടുന്നവർ അഴുകിയ നിലയിലുള്ളൊരു കൈ കാണുന്നു. നായകൻ സ്ഥലത്തെത്തി പരിശോധിക്കുമ്പോൾ കുറച്ചു ദൂരെയായി ആ ശരീരം കണ്ടെത്തുന്നു. ഫോറൻസിക് റിപ്പോർട്ടറുകൾ മഴ കാരണം വിരലടയാളങ്ങൾ ഒന്നും കിട്ടിയില്ലെന്നും മർദ്ദനമേറ്റാണ് മരണം സംഭവിച്ചതെന്നും 30-35 വയസ്സ് പ്രായമുള്ള ഒരാളാണെന്നും പറയുന്നു. നായകൻ കാണാതായവരുടെ പട്ടിക പരിശോധിക്കാൻ തുടങ്ങുന്നു. അതിനിടയിൽ നാട്ടിലെ ഒരു ഫിനാൻസ് കമ്പനിയിൽ മോഷണം നടത്തിയതായി വിവരം കിട്ടുന്നു. 3 പേർ ചേർന്ന് CCTVയിൽ സ്പ്രേ അടിച്ച് 50 പവനും 10 ലക്ഷം രൂപയും കവർന്നതായി അറിയുന്നു. നാട്ടുകാർ പരിഭ്രാന്തിയിൽപ്പെടുന്നു. അതിനിടയിൽ തന്നെ അതേ രീതിയിൽ തന്നെ ഒരു കൊലപാതകവും കൂടി നടന്നിരിക്കുന്നു. നായകൻ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു. അന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്നും അക്കിമല എന്ന സ്ഥലത്ത് സംശയഭരിതമായ ഒരു ആളെ കണ്ടെന്ന വിവരം അറിയിക്കുന്നു. നായകൻ തന്നെ ടീമുമായി അവിടെ എത്തുന്നു. അവിടെ ഒരു കൊലയാളി മൃതദേഹം കുഴിച്ചിടുവാൻ ശ്രമിക്കുന്നു. നായകനെ കണ്ടതും അവൻ ഓടുന്നു. മൃതദേഹത്തിനോടൊപ്പം ഒരു ചെയിൻ മാലയും കണ്ടെത്തുന്നു. പെട്ടെന്ന് പിന്നിൽ നിന്നും കൊലയാളി നായകനെ ആക്രമിക്കുന്നു. ശബ്ദം കേട്ട് അവിടെ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെയും ആക്രമിക്കുന്നു. പിന്നീട് മരിച്ച മണി എന്ന ആളും അവൻ്റെ 3 സുഹൃത്തുക്കളും അവിടെ ജോലി ചെയ്യുന്നതാണെന്ന് തെളിയുന്നു. അവർ താമസിച്ച മുറി പരിശോധിക്കുമ്പോൾ ഫിനാൻസ് കമ്പനിയുടെ രേഖയും കൊലപാതകം നടന്ന സ്ഥലത്തു നിന്നും കിട്ടിയ ചെയിനും കമ്പനിയുടെയാണെന്ന് നായകൻ മനസ്സിലാക്കി. DNA പരിശോധനയിൽ മരിച്ച ആ 3 പേരും കുമാറും ഒരാൾ മാത്രം മിസ്സാണെന്നും മനസ്സിലാക്കുന്നു. നാട്ടുകാർ പറയുന്നത് ഈ 4 പേരും ചേർന്ന് മോഷണം പ്ലാൻ ചെയ്യുന്നതും അതിനിടയിലുണ്ടായ വാർക്ക് തലത്തിൽ പരസ്പരം കൊല്ലപ്പെടുത്തുന്നതും ആണെന്നാണ്. പക്ഷേ നായകൻ കൂടുതൽ തെളിവുകൾക്കായി കാത്തിരിക്കുന്നു. സ്വർണം വിൽക്കാൻ വന്ന ഒരു സ്ത്രീയെക്കുറിച്ച് സംശയം തോന്നിയ നായകൻ അന്വേഷിക്കുന്നു. അവരുടെ ഫോണിലെ റിംഗ് ടൂൺ ശ്രദ്ധിച്ച നായകൻ അത് പോലീസ് സ്റ്റേഷനിലെ അരവിന്ദിൻ്റെ ഭാര്യയുടെയാണെന്ന് തിരിച്ചറിയുന്നു. CCTVയിൽ പോലീസ് വാഹനത്തിൽ നിന്നും ഹെഡ്ലൈറ്റ് കണ്ടെന്നതോടെ ഇതിന് പിന്നിൽ പോലീസുകാർ തന്നെയാണെന്ന് നായകൻ ഉറപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് പോലീസ് കസ്റ്റഡിയിൽ മരിച്ച ഒരാളുടെ മരണം മറച്ചുവെക്കാൻ മറ്റൊരു പോലീസുകാർ ചേർന്ന് നടത്തിയ കൊലപാതകമാണ്. മോഷണങ്ങളും ആയിരുന്നു ഇത്. ഈ സത്യം പുറത്തറിഞ്ഞാൽ താങ്കൾ കുടുങ്ങുമെന്ന് ഭയപ്പെടുന്ന പോലീസുകാർ തന്നെ നായകനെ കൊല്ലാൻ ശ്രമിക്കുന്നു. എന്നാൽ നായകൻ അവരെ എല്ലാം കീഴ്പ്പെടുത്തുന്നു. ഒടുവിൽ SP സ്ഥലത്തെത്തി